ഞങ്ങൾ നേരത്തെ പാർട്ടി എടുത്ത തീരുമാനമനുസരിച്ച് UDF-ൽ ഒരു അഭിപ്രായം പറഞ്ഞു. മറ്റ് കക്ഷികൾ ആലോചിച്ചിട്ട് അഭിപ്രായം പറയാമെന്നും പറഞ്ഞു, പ്രത്യേകിച്ച് കോൺഗ്രസ്. അപ്പോൾ അതിലെ സംബന്ധിച്ച് രണ്ടു കൂട്ടരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാളെ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചയുണ്ട്. അതിൽ തീരുമാനമാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. മാത്രമല്ല, ഇനി അത് നീട്ടിക്കൊണ്ടുപോകാൻ ഏതായാലും കഴിയില്ല. മറ്റ് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥികൾ, NDA മുന്നണിയുടെ സ്ഥാനാർത്ഥികളൊക്കെ പ്രഖ്യാപിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് സാധാരണഗതിയിൽ എല്ലാ തെരഞ്ഞെടുപ്പിലും ആദ്യമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തുടങ്ങലും ഒക്കെ UDF-ഉം മുസ്ലിം ലീഗുമാണ്. ആ നിലയ്ക്ക് ഇനിയും നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല. നാളത്തെ ചർച്ചയിൽ തീരുമാനമാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. തീരുമാനമാകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹം. കേരളത്തിലെ 20 സീറ്റിൽ ഏതും ക്ലെയിം ചെയ്യാം. എന്താ സംശയം? കഴിഞ്ഞ പ്രാവശ്യം 19 സീറ്റ് UDF നേടിയില്ലേ? അതിൽ ഏതും ഞങ്ങൾക്ക് ജയിച്ചൂടെ? ഇനി ആലപ്പുഴയാണെങ്കിലും ഞങ്ങൾ ജയിക്കാം. UDF ഒരുമിച്ച് നിന്നാൽ എല്ലാ സീറ്റും വാങ്ങാം. നമസ്കാരം. 3-ാം സീറ്റിൽ നിലപാട് കടുപ്പിച്ച് ലീഗ്. 3-ാം സീറ്റ് വേണമെന്ന നിലപാട് UDF-ൽ അറിയിച്ചെന്നും അക്കാര്യം അംഗീകരിക്കാത്ത ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന് കരുതുന്നില്ലെന്നും ലീഗ് ജനറൽ സെക്രട്ടറി PM A സലാം പറഞ്ഞു. നാളെ നടക്കുന്ന ഉഭയകക്ഷി യോഗത്തിൽ അനുകൂല തീരുമാനമുണ്ടാകും. തീരുമാനം നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ലെന്നും PM A സലാം പ്രതികരിച്ചു. 3-ാം സീറ്റായി ആലപ്പുഴയെങ്കിലും ലക്ഷ്യമിടുകയാണ് ലീഗ്. ചർച്ച നാളെ കൊച്ചിയിൽ നടക്കും. ലീഗിനെ അനുനയിപ്പിക്കാൻ ബദൽ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം. ലീഗ് രണ്ടും കൽപ്പിച്ചു. UDF വലയുമോ? കോൺഗ്രസ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമോ? പരിശോധിക്കാം. സ്വാഗതം. ചർച്ചയിൽ നമുക്കൊപ്പം ചേരുന്നത് ശ്രീ KPO റഹ്മത്തുള്ള മാധ്യമപ്രവർത്തകൻ, ശ്രീ ജോർജ് പൊടിപ്പാറ രാഷ്ട്രീയ നിരീക്ഷകൻ, ശ്രീ ഫസലു റഹ്മാൻ കോൺഗ്രസ് നിരീക്ഷകൻ, ശ്രീ റെജി ലൂക്കോസ് ഇടത് സഹയാത്രികൻ പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് അല്പസമയം മുമ്പ് ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സലാം സാഹിബ് അദ്ദേഹം നടത്തിയ പത്രസമ്മേളനം ഞാൻ മുഴുവനും പല ആവർത്തി ഇരുന്ന് കണ്ടു. ഞാൻ അതിലെവിടെയും ഒരു അസ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യവും ഞാൻ കണ്ടിട്ടില്ല. അതിൽ വളരെ ശാന്തമായിട്ട് അദ്ദേഹം പറയുന്നത് ഇത്രയേ ഉള്ളൂ: ഒരു 24 മണിക്കൂർ കൂടി കാത്തിരുന്നാൽ കുറച്ചുകൂടി വ്യക്തമായ ഒരു പിക്ചർ നമുക്ക് കിട്ടും. അതിനിടയിൽ ഇത്രയും ആവശ്യം അംഗീകരിക്കാത്ത ഒരു പ്രശ്നം ഉണ്ടാകില്ല എന്ന് ആവർത്തിച്ച് PM A സലാം പറയുന്നത് താങ്കൾ കേട്ടില്ലേ ആ വാർത്താ സമ്മേളനത്തിൽ? ഒന്നുകൂടി പറയാവോ? തങ്ങളുടെ ആവശ്യം അംഗീകരിക്കാത്ത ഒരു പ്രശ്നം ഉണ്ടാകില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ഒരു പ്രശ്നം ഉദിക്കുന്നില്ല എന്ന്. ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഉണ്ടായില്ലെങ്കിൽ എന്ത് ചെയ്യുന്ന മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി, ഞങ്ങൾ എന്ത് സംഭവം ഉണ്ടെങ്കിലും ചർച്ച ചെയ്ത് തീരുമാനിക്കും. ഇപ്പോൾ വലിയേട്ടൻ LDF-ലുള്ള പോലത്തെ വലിയേട്ടൻ മനോഭാവമായിരിക്കില്ല. വലിയേട്ടൻ പറയുന്നത് തീരുമാനിക്കുകയും അതിന് പിന്നാലെ പോവുകയും ചെയ്യുന്ന പാർട്ടി എല്ലാ കോൺഗ്രസ് ലീഗിൽ നിന്നാണ് പറഞ്ഞു. 3-ാം സീറ്റിനായി ലീഗ് യാചിക്കുകയാണ് എന്ന് പറഞ്ഞു. കോൺഗ്രസിനുള്ള മറുപടിയാണ്: ആരും അനുവദിക്കുകയോ തരികയോ അങ്ങനെ ചെയ്യുന്ന സമീപനമൊന്നും UDF-ൽ ഇല്ല. ഞങ്ങളുടെ ആവശ്യം മുന്നോട്ട് വെച്ചു, മറ്റു ഘടകകക്ഷികൾ അംഗീകരിച്ചിട്ടുണ്ട്, കോൺഗ്രസ് അവരുടെ നിലപാട് പറയും എന്നതാണ് പറഞ്ഞത്. വലിപ്പവും ചെറുപ്പവും ഒന്നും ഇവിടെ ഇല്ല എന്നതും ഒരു സൂചനയും മുന്നറിയിപ്പുമാണ്. ഈ P. രാജീവ് പറഞ്ഞ പരാമർശത്തെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട് സുന്ദരമായിട്ട് തന്നെ PM A സലാം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത്, അത് ചോദിക്കാൻ P. രാജീവ് ആരാണ്? P. രാജീവ് ഈ ഘടകകക്ഷിയിലെ അംഗമാണോ? ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഞങ്ങൾക്കറിയാം. അതിൽ അദ്ദേഹം വേവലാതിപ്പെടേണ്ട എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം പ്രതികരിച്ചത്. അപ്പോ അതിൽ നിന്നൊക്കെ വേറെ അർത്ഥങ്ങൾ കാണേണ്ട കാര്യമില്ല. ആ നേതാവ് കാണിക്കണമല്ലോ. ലീഗിന്റെ നേതാവ് ഒരു മുന്നണിയിൽ നിൽക്കുമ്പോൾ ആ ഒരു മര്യാദ കാണിക്കണമല്ലോ. എല്ലാ കാലത്തും മുന്നണി മര്യാദ പാലിച്ചു പോയിട്ടുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അദ്ദേഹം ഇന്നും അത് കാണിച്ചു. ആരാണ് P. രാജീവ് അതിനെക്കുറിച്ച് പറയാൻ? അദ്ദേഹം ഘടകകക്ഷിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ചോദിച്ച അംഗീകരിക്കാത്ത ഒരു പ്രശ്നം ഉദിക്കുന്നില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞ കാര്യം താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. ഇത് അംഗീകരിക്കാൻ കഴിയുന്ന സാഹചര്യം കോൺഗ്രസിനുണ്ടോ? കോൺഗ്രസ് എന്താണ് ലീഗ് മുന്നോട്ട് വെച്ച ഈ ആവശ്യത്തിൽ സ്വീകരിച്ച സമീപനം? ഈ രീതിയിൽ മാധ്യമങ്ങളോട് പറയാൻ ലീഗ് നേതാക്കൾ പറയാൻ അവസരമൊരുക്കിയത് കോൺഗ്രസ് ആണ്. ഒരു ചർച്ച നാളെ നടക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ ചെയ്താൽ, ഞങ്ങളുടെ ആവശ്യം അംഗീകരിച്ചാൽ ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകും, ആവശ്യം അംഗീകരിച്ചാൽ ഞങ്ങൾ മറ്റു നടപടികൾ തീരുമാനിക്കും, അങ്ങനെയൊന്നും ഒരാളും പറഞ്ഞിട്ടില്ല.
നാളെ 24 മണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്യാൻ മാത്രമാണ് പറഞ്ഞത്. കാരണം ബാക്കി പല മുന്നണികളും അല്ലെങ്കിൽ അവരുടെ ഘടകകക്ഷികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു തുടങ്ങിയതിനാൽ നമ്മൾ പെട്ടെന്ന് ഈ വിഷയം മുന്നോട്ട് കൊണ്ടുവരേണ്ടി വന്നു. അതിനുവേണ്ടി അല്പം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞാനും ആ ചർച്ച ഞാൻ പറഞ്ഞില്ലേ, പല ആവർത്തി ഞാൻ കേട്ടു. ഈ പറയുന്ന ഒരു ഭീഷണിയുടെ സ്വരമൊന്നും ഞാൻ കേട്ടില്ല. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ റെജി ലൂക്കോസ്, അദ്ദേഹം അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്ത് കാര്യമെന്ന് ചോദിക്കാറുണ്ട്. UDF-ൽ ഘടകകക്ഷികൾ തമ്മിൽ സീറ്റ് ചർച്ചകൾ നടക്കുമ്പോൾ അവിടെ EP ജയരാജൻ, P രാജീവ് തുടങ്ങിയ നേതാക്കൾ എന്തിനാണ് ഈ അഭിപ്രായം പറയുന്നത്? ഈ EP ജയരാജൻ പറഞ്ഞത് ഫാസിസ്റ്റ് നടപടികളെ ചെറുക്കാൻ ഞങ്ങൾ പോരാടും, അതിന് മുന്നിൽ നിൽക്കും, അങ്ങനെയുള്ളവരെ ഒപ്പം നിർത്തും, എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്നത്? UDF-ലെ സീറ്റ് വിഭജനത്തിൽ LDF നേതാക്കൾക്ക് എന്തിനാണ്, CPM നേതാക്കൾക്ക് എന്തിനാണ് വേവലാതി? അല്ല, അതിനുള്ള വളരെ സിമ്പിളായ മറുപടിയാ. പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കുറിച്ചും CPM-നെ കുറിച്ചും CPI-യുടെ മന്ത്രിസഭയെ കുറിച്ചും അല്ലെങ്കിൽ CPM നയിക്കുന്ന മന്ത്രിസഭയെ കുറിച്ചൊന്നും ഒരക്ഷരം പോലും അഭിപ്രായം പറയാൻ പാടില്ല എന്ന് മുസ്ലിം ലീഗിന്റെ നേതാക്കളോട് പറയാൻ പറ്റും. ജനാധിപത്യത്തിൽ പരസ്പരം അഭിപ്രായം പറയും, അത് സ്വാഭാവികമാണ്. CPIക്ക് എത്ര സീറ്റ് കൊടുക്കണമെന്ന് കോൺഗ്രസ് അഭിപ്രായം പറഞ്ഞ്, ലീഗ് അഭിപ്രായം പറഞ്ഞ് അങ്ങനെ ഉള്ള ഒരു ചർച്ച നടക്കാൻ നിങ്ങൾ താല്പര്യപ്പെടുവോ? അല്ല, ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഭിന്നതകളൊന്നുമില്ലല്ലോ, യാതൊരു ഭിന്നതയില്ലല്ലോ. എവിടെയാലും എന്തെങ്കിലും CPI കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ടോടെ. ഞങ്ങളുടെ LDF മുന്നണിക്കകത്ത് ഇങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. അപ്പൊ പിന്നെ ആ ചോദിക്കുന്നത് ഒരു ഔട്ട് ഓഫ് ക്വസ്റ്റ്യൻ പ്രസക്തി. അല്ല, കേരള കോൺഗ്രസ് ഒന്നും ഇതുപോലെ സമ്മർദ്ദം ചെലുത്തുവോ ഒന്നും ചെയ്തില്ല. സ്വാഭാവികമായിട്ടും പിന്നെ കേരള കോൺഗ്രസ് പോലെ അല്ലല്ലോ കോൺഗ്രസിൽ ലീഗ്. അവർക്ക് അതിനുള്ള അവകാശമുണ്ട്, അതുകൊണ്ടാണ് അവർ ചോദിക്കുന്നത്. അല്ലാതെ ഞാൻ അതിലേക്ക് തന്നെ വരുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളെല്ലാം ഒന്നിച്ചിരുന്നൊരു ചർച്ചയിൽ ഞാനെന്ന് പറഞ്ഞിരുന്നു, അന്ന് ആ ചർച്ച നടക്കുമ്പോൾ മുസ്ലിം ലീഗ് ഇത്രയ്ക്ക് കടുപ്പിടുത്തത്തിലേക്ക് വന്നില്ല. മൂന്നാമതൊരു സീറ്റ് വേണമെന്നുള്ള ആവശ്യത്തിൽ നിന്ന് അവർ പിന്മാറിയിരുന്നു. അന്ന് ആ ചർച്ചയിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവര് ഒരിക്കലും ഇവരുടെ രണ്ടാം നിര നേതാക്കന്മാരെ മുൻനിരയിലേക്ക് കൊണ്ടുവരാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. ഇപ്പോഴുള്ള നേതാക്കന്മാരുടെ ഒപ്പം മൂന്നാമതൊരു സീറ്റ് കൊടുത്തൊരു MP കൊണ്ടുവരേണ്ട അവർ താല്പര്യപ്പെടുന്നില്ല. അതാണ് അതിന്റെ സത്യാവസ്ഥകൾ. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ ഈ റഹ്മത്തുള്ള അതിനെക്കുറിച്ച് എതിർത്തു. പക്ഷെ ഇപ്പോൾ കോൺഗ്രസിനേക്കാൾ ഏതാണ്ട് പകുതിയോളം സീറ്റുള്ള ലീഗിന്, നേരത്തെ നിങ്ങൾ കേരള കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞില്ല, അതിലേക്ക് ഞാൻ വരാം. ലീഗിന് 2 സീറ്റുമായിട്ട് ഒതുങ്ങിയിരിക്കുക എന്ന് പറയുന്നതും രണ്ടാമത് BJP-യെ പോലുള്ളൊരു പ്രസ്ഥാനത്തിന്റെ ഏതാണ്ട് ഒരു ബൈ പ്രോഡക്റ്റ് ആയ എന്ന് വിശ്വസിക്കുന്ന കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നതിൽ ഉള്ള അതൃപ്തിയിൽ അവരുടെ അണികൾ കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമതൊരു സീറ്റ് കിട്ടുക എന്നുള്ളത് ലീഗിന്റെ വളരെ അർഹതപ്പെട്ട ഒരു ചോദ്യമാണ്. കിട്ടിയേ പറ്റൂ അവർക്ക്. കാരണം അവർക്ക് ഈ കോൺഗ്രസിന്റെ ഏതാണ്ട് 90% MLA-മാർ ജയിച്ചു വരുന്നത് ലീഗിന്റെ പിന്നെ വോട്ടിന്റെ സപ്പോർട്ടിനോട് കൂടിയാണ്. ഒരു തർക്കമില്ല. പ്രത്യേകിച്ച് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് അങ്ങനെയുള്ള ജില്ലകളിൽ, മലപ്പുറത്ത് പോലെ ഉണ്ട് കോൺഗ്രസ്. അല്ല, ഞാൻ പറഞ്ഞ ഇത്രയും ജില്ലകളിൽ. അപ്പൊ സ്വാഭാവികമായിട്ട് അവർക്ക് സീറ്റ് കൊടുത്തേ പറ്റുള്ളൂ. അവരുടെ താവളത്തിൽ പോയി കണ്ണുരുട്ടുമ്പോൾ വെള്ളിയേട്ടന്റെ കണ്ണുരുട്ടൽ കണ്ട് ഭയന്ന് ഇതുവരെ നിൽക്കുകയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആവശ്യപ്പെടും, അവസാനം ഒരു ബിരിയാണി കഴിച്ചിട്ട് ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുന്നു മുന്നണിക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആ പിടി അവരുടെ അയഞ്ഞുപോയി. അണികൾ വലിയ രീതിയിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. തീർച്ചയായും ശ്രീ റെജി ലൂക്കോസ്, അത് അങ്ങനെ ആയിരുന്നു. ലീഗ് നമുക്കറിയാം 62 മുതൽ ഇങ്ങനെ ഈ രീതിയിലാണ് മത്സരിക്കുന്നത്. അവർ ചോദിക്കും, അവരുടെ അവകാശം അവർ ചോദിക്കും, പക്ഷേ മുന്നണിക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യും. പക്ഷേ ഇപ്പോൾ ഈ നിലയിലൊക്കെ കാര്യങ്ങൾ മാറി മറിയാൻ നിങ്ങളുടെ സമ്മർദ്ദവും കൂടി കാരണമാകുന്നുണ്ടോ? നിങ്ങൾ ഇങ്ങനെ പുഷ് ചെയ്യല്ലേ, നിങ്ങൾ ചോദിക്കുക എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇതിനെക്കാട്ടി അവകാശമുണ്ട്, ചോദിച്ചോളൂ എന്നല്ലേ പറയുന്നത്? ഞങ്ങൾ അങ്ങനെ പറഞ്ഞാൽ അത് അനുസരിക്കാനുള്ള ബാധ്യത മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർക്കുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വളരെ സന്തോഷം. അതൊക്കെ എന്തൊരു ചോദ്യമാണ്. പക്ഷെ രേണുക നമ്മൾ മനസ്സിലാക്കേണ്ടത് മുസ്ലിം ലീഗിന്റെ നേതൃത്വം ഒരു ഗതികേടിലെത്തിയിരിക്കുന്നു. ഇനി അവർക്ക് മൂന്നാമത്തെ സീറ്റ് കിട്ടാതിരിക്കാൻ പറ്റത്തില്ല, കിട്ടിയേ പറ്റൂ. ഇല്ലെങ്കിൽ അവർ സ്വതന്ത്രമായിട്ട് മത്സരിക്കേണ്ട സ്വാതന്ത്ര്യത്തിലേക്ക് പോകും. അവർ തന്നെ ഇപ്പൊ ഞാൻ അടുത്ത മാസം ആദ്യവാരം തന്നെ കോഴിക്കോട് ലീഗ് ഹൗസിൽ പിന്നെ അവരുടെ ബൂത്ത് തലത്തിൽ വരെയുള്ള നേതാക്കന്മാരോട് ഒന്നിച്ച് അവിടെ എത്താൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സ്വതന്ത്രമായിട്ടാണ് മത്സരിക്കാൻ തയ്യാറെടുപ്പ് നടത്താൻ കണ്ണൂരെയും കോഴിക്കോടെയും അവരുടെ ബൂത്ത് തലങ്ങളിലുള്ള ഭാരവാഹികൾക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചോളം അവർക്ക് ഇനി ഒരു സീറ്റ് കൊടുത്തേ പറ്റൂ. ഇപ്പോൾ തന്നെ കോൺഗ്രസ് ബലഹീനമായ ഒരു അവസ്ഥയിലാണ്. കോൺഗ്രസിന്റെ നേതാക്കന്മാരിൽ തന്നെ തമ്മിലടിയാണ്. ഇന്ന് KPCC പ്രസിഡന്റ് K. സുധാകരൻ പ്രതിപക്ഷ നേതാവിനെ തെറി വിളിച്ചു പരസ്യമായിട്ട്. ന്യൂസ് 18 ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളുടെ മുമ്പിൽ, മൈക്കിന്റെ മുമ്പിൽ പരസ്യമായിട്ട് ലോകം കേട്ട് കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കോൺഗ്രസിനോടൊപ്പം നിൽക്കുക എന്ന് പറഞ്ഞാൽ മതേതര കേരളത്തിന് തന്നെ ഈ കോൺഗ്രസിനോടൊപ്പം ലീഗ് നിൽക്കുന്ന ഒരു നാണക്കേടാണ്. കാരണം ലീഗിനെ പോലുള്ള ഒരു പാർട്ടിക്ക് ഇതുപോലെ മൃദുഹിന്ദുത്വം പരസ്യമായിട്ട് പ്രകടിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോടൊപ്പം നിൽക്കാൻ പറ്റത്തില്ല. അർഹതപ്പെട്ട സീറ്റ് കിട്ടുന്നില്ല. രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പോലും വിട്ടുവീഴ്ച ചെയ്തൊരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്.
അപ്പോൾ ലീഗിനെ സംബന്ധിച്ചിടത്തോളം മൂന്നാമത്തെ സീറ്റ് കിട്ടാതെ ഇനി പുറകോട്ട് പോകാൻ പറ്റത്തില്ല. PMS സലാം, ബഹുമാനപ്പെട്ട PMS സലാം പറഞ്ഞ വാക്കുകളിലൂടെ അത് സ്പഷ്ടമാണ്. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ ജോർജ് പൊടിപ്പാറ, ഇവിടെ കോൺഗ്രസ് അവരുടെ അവസ്ഥ പറയുമ്പോൾ ലീഗ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകും എന്നതായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. അങ്ങനെയാണ് നമ്മൾ കണ്ടുവന്നത്. ഇത്തവണയും ഇക്കുറിയും അത് തന്നെ നടക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ ലീഗ് നിലപാട് കടുപ്പിക്കുകയാണ്. അവർക്ക് ഒരു തരത്തിലും ഇനി പിന്നോട്ട് പോകാൻ കഴിയില്ല എന്ന തരത്തിലുള്ള സാഹചര്യം എത്തിയിരിക്കുന്നു. അക്കാര്യം അവർ UDF-നെ അറിയിച്ചിരിക്കുന്നു. കോൺഗ്രസുമായി നാളെ ഉഭയകക്ഷി ചർച്ച നടക്കാനിരിക്കുകയാണ്. എന്താണ് കോൺഗ്രസിന് മുന്നിലുള്ള പോംവഴികൾ? രാജ്യസഭാ സീറ്റിൽ ഒരു പരസ്യ പ്രഖ്യാപനത്തിലൂടെ പരിഹരിക്കാൻ കഴിയുന്ന വിഷയമാണോ ഇത്? അതിനുള്ള സാഹചര്യം കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോഴുണ്ടോ? രേണുക, ഇത് നേരത്തെ നമ്മൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ വിഷയം കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ടിരിക്കുക. അതായത് മുസ്ലിം ലീഗ് കുറച്ചുകൂടി മുമ്പൊരിക്കലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ, സീറ്റുകളുടെ കാര്യത്തിൽ 3-ാം സീറ്റ് വേണമെന്ന് പലകുറി പറഞ്ഞിട്ടുണ്ട്. പലവട്ടം അവര് 3-ാം സീറ്റ് ഇല്ലാതെ സമ്മതിക്കില്ല എന്ന നിലപാടെടുത്തിട്ടുണ്ട്. പക്ഷെ അന്തിമ ഘട്ടത്തിൽ മുന്നണിയുടെ കെട്ടുറപ്പും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിലെ വിജയ സാധ്യതയും പരിഗണിച്ച് ലീഗ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാറുണ്ട്. 2 സീറ്റുകൾ തൃപ്തിപ്പെടുന്ന അവരുടെ പരമ്പരാഗത സീറ്റുകളായിട്ടുള്ള മലപ്പുറവും അതുപോലെ തന്നെ പൊന്നാനിയും കൊണ്ട് തൃപ്തിപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ ഇതുവരെ കണ്ടുവന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, ലീഗ് നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് UDF-നകത്തെ അല്ലെങ്കിൽ ഐക്യത്തെ തകർക്കുന്ന രീതിയിൽ എന്തെങ്കിലും രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിൽ നേതൃത്വത്തിന്, അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയും അതുപോലെ തന്നെ സാദിഖ് അലി തങ്ങളും പോലുള്ള നേതൃത്വത്തിന് വലിയ താല്പര്യം ഇല്ലെങ്കിൽ പോലും അണികൾ ഒരു 3-ാം സീറ്റ് തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതിനകത്ത് യുവ നേതാക്കളിൽ പലർക്കും അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് മത്സര രംഗത്ത് വരണമെന്ന്. മാത്രമല്ല, ഇപ്പൊ K മുരളീധരൻ പറഞ്ഞ പോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം, ഈ കാര്യത്തില് ലീഗിന് ഒരു 3-ാം സീറ്റിന് യഥാർത്ഥത്തിൽ കേരളത്തിൽ അർഹതയുണ്ട്. നമുക്കറിയാം, മലബാറിൽ കൃത്യമായി തന്നെ നമുക്ക് അറിയാം, കോൺഗ്രസിനേക്കാൾ വോട്ട് ക്യാച്ച് ചെയ്യാൻ കഴിയുന്ന, പലപ്പോഴും UDF-ന്റെ വിജയത്തിൽ കോൺഗ്രസിനേക്കാൾ നിർണായക പങ്ക് വഹിക്കുന്ന ഒരു പാർട്ടിയായിട്ട് ലീഗ് വളർന്നിട്ടുണ്ട്. ലീഗിന്റെ ഒരു സാന്നിധ്യം ഇല്ലെങ്കിൽ മലബാറിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല അതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും അടക്കം കോൺഗ്രസിനും UDF-നും ഇന്ന് കിട്ടുന്ന പല സീറ്റുകളും കിട്ടില്ല, അല്ലെങ്കിൽ ഇത്രയും നമ്പർ കിട്ടില്ല. അപ്പൊ ലീഗ് തീർച്ചയായിട്ടും ഒരു 3-ാം സീറ്റ് അർഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷെ മുമ്പൊരിക്കൽ രേണുക ചൂണ്ടിക്കാണിച്ചതുപോലെ മുമ്പ് എപ്പോഴോ 3-ാം സീറ്റ് വേണ്ട എന്ന് പറഞ്ഞൊരു ചരിത്രമുണ്ട് ലീഗിന്. മാത്രമല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ കൊടുക്കാന്ന് പറഞ്ഞാലും വിജയസാധ്യതയില്ലാത്ത സീറ്റുകളിൽ മത്സരിച്ച് അവരുടെ ആളും അർത്ഥവും നഷ്ടപ്പെടുത്തുന്നതിലും ലീഗ് താല്പര്യം കാണിക്കാറില്ല. ലീഗ് ഒരു തറവാടിത്തമുള്ള പാർട്ടിയായിട്ടാണ് പലപ്പോഴും പെരുമാറുന്നത്. അന്തസ് കെട്ട വർത്തമാനം അവർ പറയാറില്ല, അനാവശ്യ ഡിമാൻഡുകൾ അവർ മുമ്പോട്ട് വെക്കാറില്ല. പക്ഷെ ഇക്കുറി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ചില പരിമിതികളുണ്ട്. ഇതെല്ലാം സിറ്റിംഗ് സീറ്റ്. കേരളത്തിൽ ഇപ്പൊ 19 ലോക്സഭാ സീറ്റുകൾ എടുത്താൽ അതിൽ 20 ലോക്സഭാ സീറ്റുകൾ എടുത്താൽ അതിൽ 19 എണ്ണവും UDF-ന്റെ സിറ്റിംഗ് സീറ്റുകളാണ്. അതിലിപ്പോ ലീഗിന് കൊടുക്കാനായിട്ട് പരിഗണിക്കാവുന്ന സീറ്റുകൾ എന്ന് പറയുന്നത്, ഇന്ന് ഇപ്പോ PMS സലാം പറഞ്ഞ ആലപ്പുഴ വേണമെങ്കിലും ഞങ്ങൾ മത്സരിച്ചേക്കാം, അതേക്കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട, കോൺഗ്രസ് അവിടെ സിറ്റിംഗ് MP ഇല്ലല്ലോ, അപ്പൊ വേണമെങ്കിൽ ഞങ്ങൾ ആലപ്പുഴയിലും മത്സരിക്കാൻ തയ്യാറാണ് എന്ന് പറയുന്നു. നിങ്ങൾ വയനാട് തരണ്ട, നിങ്ങൾ കണ്ണൂർ തരണ്ട, നിങ്ങൾ കാസർഗോഡ് തരണ്ട, അതുപോലെ വടകര തരണ്ട, അവിടെയെല്ലാം നിങ്ങളുടെ സിറ്റിംഗ് സീറ്റുകളാണെങ്കിൽ അങ്ങനെ വിഷമിക്കേണ്ട, നിങ്ങളുടെ സിറ്റിംഗ് സീറ്റ് അല്ലാത്ത ആലപ്പുഴ തന്നാലും ഞങ്ങൾ മത്സരിക്കാൻ തയ്യാർ എന്ന് പറയുമ്പോൾ തീർച്ചയായും അതാണ് ഏറ്റവും ഒടുവിൽ എത്തി നിൽക്കുന്ന സാഹചര്യം. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ഒരു പോയിന്റ് കൂടി പറഞ്ഞോട്ടെ. പക്ഷെ ഇതൊക്കെ ആണെങ്കിലും നമ്മൾ പരിഗണിക്കേണ്ട ഒരു വിഷയം, ഈ സീറ്റിന്റെ പേരിൽ ലീഗ് UDF വിട്ടു പോകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരുപക്ഷെ വരാനിരിക്കുന്ന രാജ്യസഭാ സീറ്റിനു വേണ്ടി ലീഗ് ഒരു മുഴം നീട്ടിയെറിയുന്നു എന്ന് രാഷ്ട്രീയത്തിൽ നമ്മൾ പറയുന്നതും അതുപോലെ തന്നെ അതും എന്താ പറയാ, ഈ കൃത്യമായിട്ട് പറയുന്നതിനപ്പുറത്ത് അവർ ഉദ്ദേശിക്കുന്ന വേറെ ചില മാനങ്ങളും വേറെ ചില അർത്ഥങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെയാണ്. അതുകൊണ്ട് ഒരുപക്ഷെ രാജ്യസഭാ സീറ്റിന് വേണ്ടിയുള്ള ഒരു അഡ്വാൻസ് വെടിയാണോ ഇത്? അതാണോ യഥാർത്ഥത്തിൽ ന്യായമുണ്ട്? ശരി, ശ്രീ KP റഹ്മത്തുള്ള, ഇന്ന് മാധ്യമങ്ങളോട് സംസാരിക്കവേ PMS സലാം ആലപ്പുഴയെ വേണമെങ്കിലും മത്സരിക്കും എന്ന ഒരു കാര്യം സൂചിപ്പിച്ചു. അത് മൈക്കിന് മുമ്പിലല്ല, അദ്ദേഹം അല്ലാണ്ട് മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യമാണ്. അങ്ങനെ ഒരു 3-ാം സീറ്റ് വാങ്ങിക്കൊണ്ട് ഈ ലീഗ് അണികളെ തൃപ്തിപ്പെടുത്താൻ ലീഗിന് കഴിയുമോ? അങ്ങനെ ജയസാധ്യതയില്ലാത്ത ഒരു സീറ്റ് വാങ്ങി ആ പേരുദോഷം
നേടിക്കൊണ്ട് ഈ പ്രശ്ന പരിഹാരം എന്നത് ലീഗ് ആഗ്രഹിക്കുന്നുണ്ടാവുമോ? യഥാർത്ഥത്തിൽ നോക്കൂ, 2 സീറ്റാണെങ്കിലും ആ 2 സീറ്റിൽ മത്സരിച്ച് വിജയിക്കുന്ന 100-ൽ 100 വിജയ ശതമാനമുള്ള ലീഗിന് ആലപ്പുഴ വാങ്ങിച്ചുകൊണ്ട് അങ്ങനെ ഒരു തൃപ്തിപ്പെടൽ ഉണ്ടാകുമോ? അത് കോൺഗ്രസിനെ സംബന്ധിച്ച് സാധ്യമാകുമെന്ന് കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല. മുസ്ലിം ലീഗിന് 3-ാം സീറ്റ് അവരാവശ്യപ്പെടുന്ന രൂപത്തിൽ 3-ാം സീറ്റ് ലഭിക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടത് കാസർഗോഡ്. കാരണം അവിടെ അവർക്ക് MLA-മാരുണ്ട്, അവിടെ ജനപ്രതിനിധികളുണ്ട്, ജില്ലാ പഞ്ചായത്തിലടക്കം പ്രാതിനിധ്യമുണ്ട്. അല്ലെങ്കിൽ കണ്ണൂർ സീറ്റ്, തളിപ്പറമ്പ് നഗരസഭ ഉൾപ്പെടെ ഭരിക്കുന്നത് മുസ്ലിം ലീഗാണ്. നേരത്തെ കണ്ണൂരിൽ നിന്ന് അവർക്ക് MLA ഉണ്ടായിരുന്നു. കണ്ണൂർ നഗരസഭയുടെ ചെയർമാൻ ആയിരുന്നു പരേതനായ മുൻ മന്ത്രി അഹമ്മദ് സാഹിബ്. അല്ലെങ്കിൽ കോഴിക്കോട് സീറ്റിലും ഗണ്യമായ സ്വാധീനം മുസ്ലിം ലീഗിനുള്ളതാണ്. അല്ലെങ്കിൽ വയനാട് സീറ്റ്, വയനാട്ടിൽ അവർക്കും ഗണ്യമായ സ്വാധീനമുണ്ട്. കാരണം ഏറനാടും അതുപോലെ വണ്ടൂരും ഒക്കെ വയനാട് മണ്ഡലത്തിൽപ്പെട്ട സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ UDF-നും മുസ്ലിം ലീഗിനും മെമ്പർമാരുണ്ട്. അങ്ങനെയുള്ള ഒരു സീറ്റാണ് അവർ ആഗ്രഹിക്കുന്നത്. ഒരിക്കലും ആലപ്പുഴയെ പോലെ ഒരു സീറ്റിൽ മുസ്ലിം ലീഗ് മത്സരിക്കുകയില്ല എന്ന് തീർച്ചയാണ്. മുസ്ലിം ലീഗ് ഇത് ചോദിച്ചു എന്ന് വരുത്തി തീർക്കാനാണ് എന്ന വ്യാഖ്യാനം തീരെ ശരിയല്ല. വളരെ ശക്തമായി മുസ്ലിം ലീഗിന് വയനാട് സീറ്റ് വന്ന ഉടനെ തന്നെ മുസ്ലിം ലീഗ് ആ സീറ്റ് വേണമെന്ന് ആഗ്രഹിച്ചിരുന്നു. MI ഷാനവാസിന് വേണ്ടി വഴിമാറി കൊടുക്കുകയായിരുന്നു 2 തവണ. പിന്നീട് രാഹുൽ ഗാന്ധി വന്നപ്പോഴും അവര് മാറി നിൽക്കുകയായിരുന്നു. 3-മതൊരു സീറ്റ് വേണമെന്ന് വളരെ ശക്തമായി തന്നെ മുസ്ലിം ലീഗ് ആഗ്രഹിക്കുന്നു. തീർച്ചയായും ശ്രീ കെ പി റഹ്മത്തുള്ള, അങ്ങനെ ഒരു ആഗ്രഹം ലീഗിന് ആത്മാർത്ഥമായി തന്നെ ഉണ്ട് എന്ന് വെക്കുക. കോൺഗ്രസിനെ സംബന്ധിച്ച് സാധ്യമാകുന്നത് എന്താണ്? അവരുടെ സിറ്റിംഗ് സീറ്റ് വിട്ടു നൽകിക്കൊണ്ട് ഒരു അനുനയ നീക്കം അവർക്ക് സാധ്യമാകും. ഇതിപ്പോൾ രാജ്യസഭാ സീറ്റിൽ പിടിമുറുക്കാനാണ് ലീഗ് ഇത്തരം ഒരു ആവശ്യം മുന്നോട്ട് വെക്കുന്നത് എന്ന് പറയുന്നു. നോക്കൂ, അങ്ങനെയാണെങ്കിൽ അത് സാധ്യമാകുമോ? ജൂലൈയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിനുള്ള അവകാശമാണ് അല്ലെങ്കിൽ ജയിക്കാനുള്ള സാധ്യതയാണ് UDF-നെ സംബന്ധിച്ചുള്ളത്. അതങ്ങ് ലീഗിന് വിട്ടുകൊടുക്കുക എന്നത് സാധ്യമാകുമോ? ഇപ്പോൾ തന്നെ ഒരു രാജ്യസഭാ MP ലീഗിനെ സംബന്ധിച്ചുണ്ട്. അപ്പോൾ ആകെയുള്ള 3 സീറ്റിൽ 2 ലീഗിന് എന്നത് എങ്ങനെ സാധ്യമാകുന്ന കാര്യമാണ്? മാത്രവുമല്ല, സാമുദായികമായിട്ടുള്ള പ്രശ്നങ്ങൾ മറ്റൊരു തരത്തിൽ ഉണ്ടാക്കാനും അങ്ങനെ ഒരു നീക്കം ഉണ്ടായാൽ അത് ഇടവെക്കും. രാജ്യസഭയിൽ മുസ്ലിം ലീഗിന് മുമ്പും 2 സ്ഥാനാർത്ഥികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ PMA സലാം എന്ന് പറഞ്ഞത് ഞങ്ങൾ രാജ്യസഭാ സീറ്റ് അല്ല ചോദിക്കുന്നത് എന്നാണ്. വളരെ കൃത്യമായി തന്നെ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ലോകസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് ചർച്ച, രാജ്യസഭാ സീറ്റ് ഇപ്പോൾ ചോദിക്കുന്നില്ല എന്ന്. മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ജൂലൈയിൽ ഒഴിവ് വരാൻ പോകുന്ന 3 സീറ്റുകളും ഇടതുപക്ഷത്തിന്റെ സീറ്റുകളാണ്. മുസ്ലിം ലീഗിന്റെയോ UDF-ന്റെയോ കോൺഗ്രസിന്റെയോ സീറ്റല്ല. മാത്രമല്ല, മുസ്ലിം ലീഗിന് ആ സീറ്റ് കൊടുക്കുമോ ഇല്ലയോ എന്നവർ 2027-ൽ PV അബ്ദുൽ വഹാബ് സാഹിബിന്റെ രാജ്യസഭാ കാലാവധി തീരുകയും ചെയ്യും. മുസ്ലിം ലീഗിന് നേരത്തെയും 2 രാജ്യസഭാ സീറ്റുണ്ട്. രാജ്യസഭാ സീറ്റ് എന്നതിനപ്പുറം നിയമസഭയിൽ കൂടുതൽ സീറ്റുകൾ അനുവദിക്കുക, രാജ്യസഭയിലെ സീറ്റ് ലഭിക്കുക എന്നതൊക്കെ ഉണ്ടായാൽ മുസ്ലിം ലീഗ് വഴങ്ങുമോ എന്ന് കണ്ടറിയണം. മാത്രമല്ല, ഇത്തവണ 3-ാം സീറ്റിന്റെ അവകാശവാദത്തിൽ നേരത്തെ ഒരിക്കലും കാണാത്ത ഒരവസ്ഥ കൂടിയുണ്ട്. കാരണം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷന്മാർ ലോകസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സീറ്റിനെ കുറിച്ചോ ചർച്ചകളെ കുറിച്ചോ പരസ്യമായി ആവശ്യങ്ങൾ ഉന്നയിക്കാറില്ല. എന്നാൽ ഇത്തവണ മുസ്ലിം ലീഗിന്റെ ബഹുമാന്യനായ പ്രസിഡന്റ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെയാണ് വാർത്താ മാധ്യമങ്ങളോട് പരസ്യമായി മുസ്ലിം ലീഗിന് ലോകസഭാ തെരഞ്ഞെടുപ്പിൽ 3-മതൊരു സീറ്റ് വേണം എന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ മറ്റ് നേതാക്കളാണ് മുസ്ലിം ലീഗിന്റെ പാർലമെന്ററി ബോർഡുമായി ബന്ധപ്പെട്ട മറ്റ് നേതാക്കളാണ് ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത്. അവസാനം അനുരഞ്ജനത്തിന്റെയും ഭാഗമായി അവസാനത്തെ ചർച്ചകളിലാണ് മുസ്ലിം ലീഗ് 26-ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വിദേശത്തു നിന്ന് തിരിച്ചെത്തിയാൽ അതിലൊരു തീരുമാനം എന്തായാലും ലീഗ് കൈക്കൊള്ളും എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ശ്രീ ഫസലുർ റഹ്മാൻ, ഇവിടെ നോക്കൂ, വയനാട് ലീഗിന് താല്പര്യമുള്ള ഒരു സീറ്റാണ്. സിറ്റിംഗ് സീറ്റ് ആണെങ്കിൽ പോലും അവിടെ മത്സരിക്കാൻ രാഹുൽ ഗാന്ധി വരുന്നില്ല എന്ന് വെച്ചാൽ ലീഗിന് ആ സീറ്റ് നൽകിക്കൊണ്ട് ഈ പ്രശ്നം വളരെ ഫലപ്രദമായി നിങ്ങൾക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. വളരെ നിസാരമായി പരിഹരിക്കാവുന്ന ഒരു വിഷയമാണ്. പക്ഷേ രാഹുൽ വരുമോ ഇല്ലയോ? ഇവിടെ മറ്റ് പാർട്ടികളിൽ
സീറ്റുകൾ സംബന്ധിച്ച് മത്സരിക്കുന്നത് ആരാണ് എന്നത് സംബന്ധിച്ച് ധാരണയായിട്ടുണ്ടെങ്കിൽ പോലും ആരൊക്കെ മത്സരിക്കുമെന്ന കാര്യത്തിൽ ഒരു ധാരണയും ഇപ്പോൾ കോൺഗ്രസിന് ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കെ മുരളീധരൻ പറയുന്നത് രാഹുൽ തന്നെ മത്സരിക്കുമെന്ന്. ഊഹാപോഹങ്ങൾക്ക് മറുപടി പറയാനില്ല എന്നാണ് KC വേണുഗോപാൽ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളും വെച്ച് താമസിപ്പിക്കുന്നു, മറ്റുള്ളവരെയും ബുദ്ധിമുട്ടിലാക്കുന്നു, മുന്നണിയെ ആകെ കുഴപ്പത്തിലാക്കുന്നു. വ്യക്തമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് വേണ്ട സ്ഥാനാർത്ഥികൾക്ക് നൽകിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ അതിനെക്കുറിച്ച് ആധികാരികമായിട്ടൊരു അഭിപ്രായം പറയേണ്ട ആൾ ഞാനല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. നമ്മളിപ്പോൾ നടക്കുന്ന സമരാഗ്നിയിലാണെങ്കിലും അല്ലെങ്കിൽ ഓരോ മണ്ഡലങ്ങളിൽ നടക്കുന്ന പ്രചരണ യോഗങ്ങളിലെല്ലാം നമുക്കത് വിസിബിളായിട്ട് കാണാൻ പറ്റും. നമ്മൾ കൂടുതൽ എന്താ പറയുക, ഒരു ചർച്ച കഴിഞ്ഞ് അന്തിമ പട്ടിക വരുന്നതിന് മുമ്പ് നമ്മളതിൽ പറയുന്നതിൽ ഒരു പ്രസക്തി ഇല്ല എന്നുള്ളതിന് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. പക്ഷേ എനിക്കിവിടെ പറയാനുള്ളത്, കഴിഞ്ഞ 7 പതിറ്റാണ്ടായിട്ട് വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ നല്ല രാഷ്ട്രീയ ബോധത്തോടെ ആ ആനുകാലികമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്തു പോരുന്നൊരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അതിൽ ആർക്കും ഒരു തർക്കവുമില്ല. എല്ലാ തിരഞ്ഞെടുപ്പിനും അതിന് തൊട്ട് മുമ്പ് ഇങ്ങനെ ചർച്ചകൾ ഉണ്ടാവാറുണ്ട്, ഓരോരോ ഡിമാൻഡ്സ് ഉണ്ടാവാറുണ്ട്. അതൊക്കെ രമ്യമായി പരിഹരിച്ച് പോന്നിട്ടുമുണ്ട്. ആ പരിഹരിക്കാനുള്ള ഒരു ദിവസം അതിപ്പോൾ നാളെ മുതൽ അതിൻ്റെ ചർച്ചകൾ തുടങ്ങുകയാണ്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അപ്പോൾ അറിയാൻ പറ്റും. ഒരു കാര്യം കൂടി ഞാനിവിടെ ആഡ് ചെയ്യുകയാണ്. നേരത്തെ മുൻപത്തെ ഒരു പ്രാതിനിധ്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്. ഇപ്പോൾ 1ാം UPA മന്ത്രിസഭയുടെ കാലഘട്ടത്തിൽ അഹമ്മദ് സാഹിബ്, അദ്ദേഹമാണ് മുസ്ലിം ലീഗിൽ നിന്ന് MP ആയ ഏക വ്യക്തി. ഏകാംഗമുള്ള ഒരുപാട് ഘടകകക്ഷികളുണ്ടായിരുന്നു. ആ സമയത്തെല്ലാം മറ്റു പല ഘടകകക്ഷികൾക്കും കൊടുക്കാത്തൊരു പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് അഹമ്മദ് സാഹിബിനെ കേന്ദ്ര മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചരിത്രവും നമുക്കുണ്ട്. അത് മുസ്ലിം ലീഗിനെ കേരളത്തിൽ നിന്നല്ല, ദേശീയ തലത്തിൽ തന്നെ ഒരുപാട് ഉയർത്തിപ്പിടിച്ച് കൊണ്ടുള്ള ഒരു തീരുമാനമായിരുന്നു അത്. അപ്പോൾ അന്ന് അങ്ങനെ എടുത്ത തീരുമാനങ്ങളൊക്കെ നമ്മൾ ഇന്ന് അതിനൊക്കെ ഒരു നല്ല രീതിയിൽ നോക്കി കാണേണ്ടി വരും. അത് നമ്മൾ മറന്നു പോയി കൂടാന്നും കൂടി ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടൊരു അജണ്ട ഇതിൻ്റെ പുറകിൽ നടക്കുന്നുണ്ട്. മുസ്ലിം ലീഗിനെ ആയിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഏറ്റവും ആദ്യം പ്രതികരിക്കുന്നത് ഇടതുമുന്നണിയിലെ നേതാക്കന്മാരാണ്. അപ്പോൾ അതെന്തിനു വേണ്ടിയാണെന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഇവിടെ ഒരു ഭിന്നിപ്പുണ്ടാക്കി ആർക്ക് ഗുണം കിട്ടിയാലും കോൺഗ്രസ്സിന് ഗുണമുണ്ടാവരുത് എന്നുള്ളൊരൊറ്റ ചിന്തയുടെ മേലിൽ ഇടതുപക്ഷ മുന്നണി അവരുടെ നേതാക്കന്മാരും ഒരു സീരീസ് ആയിട്ട് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇങ്ങനെ ലീഗുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചർച്ചകൾ വന്നു കഴിഞ്ഞാലും അപ്പം തന്നെ പ്രതികരിക്കുന്നൊരു പ്രവണത കാണുന്നുണ്ട്. അതിന് വളരെ വ്യക്തമായിട്ട് തന്നെ ഇപ്പോൾ ഹൈദരാലി തങ്ങൾ ഇതിൽ മറുപടി പറയുന്നു, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞല്ലോ. ഇതേ ഹൈദരാലി തങ്ങൾ തന്നെയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പൊതുസമ്മേളനത്തിൽ ഇടതുമുന്നണിക്കെതിരെ വളരെ കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ളത്. അങ്ങനെ മുസ്ലിം ലീഗും കോൺഗ്രസുമായിട്ടുള്ള ബന്ധം എന്ത് പ്രശ്നത്തിൻ്റെ പേരിലാണെങ്കിലും അത് വിയോജിച്ച് പോവില്ല, അത് മുന്നോട്ട് പോകുന്നത് വളരെ വ്യക്തമായിട്ട് പൊതുജനമധ്യത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ നമ്മൾ ഈ പറയുന്നൊരു ചർച്ച ഒരു അനാവശ്യമായി പോകും. ഇപ്പോൾ 2-3 ദിവസം കഴിയുമ്പോൾ ഒരു പക്ഷേ ഈ ഒരു ചർച്ചയ്ക്ക് ഇങ്ങനൊരു വിഷയത്തിൽ ചർച്ച നടത്തിയത് തന്നെ വളരെ ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടാൽ താങ്കൾ പറയുന്ന ഈ കാര്യങ്ങൾ ശരിയാണ്. പക്ഷേ ഈ മണിക്കൂറിൽ ഇന്നത്തെ ദിവസം അങ്ങനെയല്ല സാഹചര്യം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നതും. ശ്രീ റെജി ലൂക്കോസ്, ഇവിടെ ലീഗ് കാണിക്കുന്ന ചില സമീപനങ്ങൾ അത് കേരളത്തിൽ പൊതുവെ രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിച്ചു വരുന്ന നിലപാടുകളുടെ തുടർച്ചയാണ്. അത് ഇടതാഭിമുഖ്യമൊന്നുമല്ല എന്നതാണ് ഫസലു പറയാൻ ശ്രമിച്ചത്. നോക്കൂ, ഇവിടെ EP ജയരാജൻ പറയുകയാണ്, മുസ്ലിം ലീഗ് RSSനോടുള്ള മൃദു സമീപനത്തിന്റെ തുടർച്ചയാണ് കോൺഗ്രസ് ഇപ്പോൾ ലീഗിനോട് കാണിക്കുന്നത് എന്ന്. ഫാഷിസത്തിനെതിരായ പോരാട്ടത്തിൽ ഈ സമീപനം ശരിയല്ല തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നോക്കൂ, UDFൽ 3 മുസ്ലിം നാമധാരികളാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന് ഒരു കാലത്ത് CPMന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹം പറഞ്ഞത് നമുക്ക് മുന്നിലുണ്ട്. അവിടെ നിന്നാണ് ഇപ്പോൾ ഇടത് പാർട്ടികൾ CPM പ്രത്യേകിച്ച് ലീഗിന്റെ വിഷയത്തിൽ ഇങ്ങനെ വേവലാതിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇല്ല, ഞങ്ങൾക്ക് വേവലാതിയല്ല. ഞങ്ങളെ സംബന്ധിച്ചോളം മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ അസ്വസ്ഥം. പിന്നെ മുസ്ലിം ലീഗിൽ ഒരു മുഖ്യമന്ത്രി വരെ ഉണ്ടായിട്ടുണ്ട്, ബഹുമാനപ്പെട്ട CH മുഹമ്മദ് കോയ. ഒരു മാസക്കാലമാണെങ്കിലും അത് ആ പദവി വരെ വഹിച്ചിട്ടുള്ള ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ സംബന്ധിച്ചു അത് ഒരു മതേതര കക്ഷി രാഷ്ട്രീയ പ്രസ്ഥാനമാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത്. ഞങ്ങളത് പലതവണ പറഞ്ഞിട്ടുണ്ട്. ഒരു മതേതര കക്ഷി തന്നെയാണ്. വലിയ രീതിയിലുള്ള വർഗീയപരമായിട്ടുള്ള
ഫിലിപ്പിനൊന്നും അല്ല, ശ്രമിക്കാത്ത കോടിയേരി രാഷ്ട്രീയ ബാലകൃഷ്ണൻ ഇത് പ്രസ്ഥാനമാണ്. പറയുമ്പോഴും ലീഗ് മതേതര പാർട്ടിയായിരുന്നു, മതേതരമാണോ അല്ലയോ എന്ന് സംബന്ധിച്ചൊക്കെ ആളുകൾക്ക് ഭിന്നാഭിപ്രായം ഇടതുപക്ഷത്തു നിന്ന് വരുന്നത് കേട്ടതാണ്. പക്ഷേ ഈ 3-ാം സീറ്റിന്റെ വിഷയം വരുമ്പോൾ മുസ്ലിം ലീഗിന്റെ വിഷമം, മുസ്ലിം ലീഗ് അണികളുടെ വിഷമം, മുസ്ലിം സമുദായത്തിന്റെ വിഷമം, ഇതൊക്കെ എണ്ണി എണ്ണി പറയുകയാണ് ഇ പി ജയരാജൻ. അല്ല, തീർച്ചയായിട്ടും ഇ പി ജയരാജൻ പറഞ്ഞ വളരെ കൃത്യമല്ലേ, അതിന് മറുപടി പറയേണ്ട സാഹചര്യത്തിലേക്ക് വന്നില്ലേ. ഞങ്ങളുടെ കാര്യം ഞങ്ങളാ തീരുമാനിക്കണം എന്നുള്ളവർ, അവരുടെ കാര്യം അവർ തീരുമാനിക്കട്ടെ. പക്ഷെ രാഷ്ട്രീയപരമായ രീതിയിൽ ജനാധിപത്യത്തിൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്, അതിൽ ആരും തർക്കിക്കണ്ട. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണ്, ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് കാലങ്ങളായിട്ട് രണ്ടാം നിര നേതാക്കളെ പിന്നെ അടിച്ചൊതുക്കി മുകളിലുള്ള ആളുകൾ നയിക്കുന്ന ആ സാഹചര്യത്തിൽ നിന്നും മാറിയിരിക്കുന്നു മുസ്ലിം ലീഗ്. ലീഗിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ്, കാരണം ഒരു 3-4 ദിവസങ്ങൾക്ക് മുമ്പ് വരെ തങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുന്നു. എന്തിനധികം രേണുക, നമ്മൾ വാർത്തകളിൽ വായിച്ചാൽ, ഞാൻ അത്ര ഒരു ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്, രാഹുൽ ഗാന്ധി വീണ്ടും വയനാട്ടിൽ മത്സരിക്കുന്നതിനെതിരെ അതൃപ്തി പ്രകടിപ്പിച്ച പാർട്ടിയാണ് ഈ മുസ്ലിം ലീഗ്. എന്തിനു രാഹുൽ ഗാന്ധി അവിടെ വരണമെന്ന് പരസ്യമായിട്ട് ചോദിച്ചാ ഈ പറയുന്ന ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി വരെ ചോദിച്ചു വ്യംഗ്യാർത്ഥത്തിൽ. അത് വലിയൊരു വാർത്തയായിരുന്നു കേരളത്തിൽ. അത് വളരെ ന്യായമല്ലേ? കാരണം വെച്ചാല് ഇന്ത്യ മുന്നണിയിൽ BJP-നെ നേരിട്ട് ഭരണത്തിൽ ഏറാനായിട്ട് ശ്രമിക്കുന്ന പ്രതിപക്ഷ കക്ഷിയുടെ കൂട്ടായ്മയിൽപ്പെട്ട ഘടകകക്ഷിയെ തന്നെ രാഹുൽ ഗാന്ധി വന്ന് എതിർത്ത് മത്സരിക്കുക എന്ന് പറഞ്ഞ എന്തൊരു വിരോധാഭാസ. അതൊക്കെ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പിന്നെ ചോദ്യം ചെയ്യപ്പെടും. ഇവിടെ നിങ്ങൾ എന്തിനാണ് മറ്റൊരു മുന്നണിയുടെ സ്ഥാനാർത്ഥി നിർണയ വിഷയത്തിൽ ഇത്രയധികം വേവലാതിപ്പെടുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ലീഗിന് 3-ാം സീറ്റ് വേണം എന്ന് അവർ ആവശ്യമുന്നയിക്കുന്നതാ. പൊന്നാനിയിൽ നിങ്ങൾ മുസ്ലിം ലീഗിന് മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊടുത്തിരിക്കുകയാണ്. ഞങ്ങളുടെ വിജയം ഉറപ്പായി കഴിഞ്ഞു എന്നാണ് PMA സലാം ഇന്ന് പറഞ്ഞിരിക്കുന്നത് പൊന്നാനിയിൽ. അപ്പോൾ ഇടതുപക്ഷത്തിന്റെ ആ നിലപാട് ഞങ്ങൾക്ക് വലിയ സഹായവുമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ അസ്തിത്വം ഇളക്കിക്കൊണ്ട് തന്നെ അവർക്ക് സഹായം ചെയ്യുന്ന നിലയിലേക്കൊക്കെ എത്തുന്നത് ഏത് സാഹചര്യത്തിലാണ്? അല്ല, അതൊരു ചോദ്യം വിചിത്ര ചോദ്യമാണ്. ഞാൻ പറഞ്ഞത് അല്ല, PM സലാം പറഞ്ഞ ഞാനും ഒന്ന് കേട്ടതാണ്. അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ഞാൻ കേട്ടതാ. അതിപ്പോ പൊന്നാനിയിൽ ഹംസ ജയിക്കില്ല എന്നുള്ളൊരു പിന്നെ തെരഞ്ഞെടുപ്പിന് ശേഷം ആയതോടുകൂടി ഞങ്ങളുടെ വിജയം ഉറപ്പായി എന്നാണ് PMA സലാം പറഞ്ഞത്. ഇടതുപക്ഷത്തിന്റെ ആ നീക്കം ഞങ്ങൾക്ക് സഹായമായി എന്നും അദ്ദേഹം പറഞ്ഞു. സംശയമുണ്ടെങ്കിൽ കേട്ടു നോക്കാം. അല്ലല്ലേ, എനിക്ക് സംശയമൊന്നുമില്ല. ഞാനിതെല്ലാം ഇന്ന് വാർത്ത മുഴുവൻ കേട്ട ഒരാളാണ്. അതിനകത്ത് എനിക്ക് യാതൊരു ഡൗട്ടും ഇല്ല. ഒന്നാലോചിച്ച് നോക്കിയേ, KPA മജീദ് ഇന്നത് MLA ആണ്. അദ്ദേഹം പിന്നെ ഇപ്പൊ PMA സലാം വഹിച്ചിരുന്ന വ്യക്താവിന്റെ പദവി വഹിച്ചിരുന്ന ആളാണ്. ഈ സലാമിന് തൊട്ടു മുമ്പ് വരെ അദ്ദേഹത്തിനെ തോൽപ്പിച്ചു. അല്ല, ഇത് കേട്ടോളൂ, പിന്നെ PMA സലാമിനെയോ ഒരിക്കലും അല്ല. അല്ല, ഹംസയുടെ കാര്യം ഞാൻ പറഞ്ഞു. ഹംസ പുറത്താക്കിയതാണ്. ഹംസ പുറത്താക്കിയതിനു ശേഷം അവിടുത്തെ നേതൃത്വത്തിനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. ഹംസ വളരെ ന്യായമായ ചോദ്യങ്ങൾ ചോദിച്ചു, മറുപടി ഇല്ലാതെ വന്നു. മുസ്ലിം ലീഗ് ചോദ്യം ചോദിച്ചതിനെ പുറത്താക്കുന്ന സാഹചര്യമായിരുന്നതിന് മുമ്പ്. ഇപ്പൊ അത് നടക്കുകയല്ല. അതിലേക്ക് ഞാൻ വരുന്നേ, KPA മജീദിനെ 50,000 സീറ്റിൽ അല്ല പിന്നെ ഭൂരിപക്ഷത്തിൽ TK ഹംസ സാക്ഷാൽ മലപ്പുറത്ത് പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് മഞ്ചേരി മണ്ഡലമായിരുന്നു 2004. അങ്ങനെ ഒരു ചരിത്രം അവിടെ മുമ്പുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് സഹായിച്ചു എന്നൊക്കെ ഇവർ ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, ഇവരെങ്ങനെയാണെന്നുണ്ടെങ്കിൽ മത്സരരംഗത്തേക്ക് ലാഘവത്തോടുകൂടി കാണട്ടെ. അപ്പൊ നമുക്ക് കാണാന്നുള്ളൂ. ഇവിടെ വിഷയം അതല്ല. ഇവിടുത്തെ വിഷയത്തിലേക്ക് വരൂ. ഞാൻ അതിലേക്ക് തന്നെ വരാം. ലീഗിനെ സംബന്ധിച്ചോളം ഇനി 3-ാമത്തെ സീറ്റ് കിട്ടാതെ കണ്ട് പിൻവലിയാൻ പറ്റത്തില്ല. അത് ഇറ്റ് ഈസ് ഇംപോസിബിൾ. കാരണം അതുകൊണ്ടാണ് PM സലാം പറഞ്ഞ 24 മണിക്കൂർ സമയമുണ്ട്, നാളെ അതിനൊരു പരിഹാരം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഞങ്ങൾക്ക് രാജ്യസഭാ സീറ്റല്ല ആവശ്യം, ഞങ്ങൾക്ക് ലോക്സഭാ സീറ്റ് തന്നെയാണ് ആവശ്യം. ആലപ്പുഴയിലാണെങ്കിൽ ഞങ്ങൾ മത്സരിക്കാൻ തയ്യാറാണെന്ന് ഓഫ്ലൈനിലൊന്നും അല്ല, അദ്ദേഹം ഓൺ റെക്കോർഡിൽ പിന്നെ മാധ്യമങ്ങളോട് തന്നെയാണ് പറഞ്ഞത്. ആലപ്പുഴയോ കോഴിക്കോടോ അവർക്ക് കൊടുത്തേ പറ്റൂ. ഇല്ല എങ്കിൽ അവർ സ്വതന്ത്രമായിട്ട് മത്സരിക്കും. അതിനുള്ള കപ്പാസിറ്റി ഉള്ള പാർട്ടിയാണ് ലീഗ്. ഒരു തർക്കമല്ല കാര്യത്തിൽ. ലീഗിന്റെ അണികളിൽ 2ാം നിരയിലെ നേതൃത്വം ശക്തമായ രീതിയിൽ മുകളിലേക്ക് വരുന്നുണ്ട്. ഈ പറയുന്ന മുകളിലുള്ള നേതൃത്വങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു സ്പ്ലിറ്റിലേക്ക് പോയാൽ പോലും അത്ഭുതപ്പെടാനില്ല. ലീഗിന്റെ അവകാശം അവർ നേടിയെടുത്തേ പറ്റൂ. അല്ല, അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് അവർ എത്തിക്കഴിഞ്ഞു. അസാധ്യമാണ് ഇനി അതിൽ നിന്ന് പിന്മാറുക എന്ന് പറയുന്നത്. ശരി, ശ്രീ ജോർജ് പൊടിപ്പാറ, ലീഗിനെ സംബന്ധിച്ച് പിന്മാറുക സാധ്യമല്ല എന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് റെജി ലൂക്കോസ് പറയുന്നു. അവരുടെ ഇന്നത്തെ നേതാക്കന്മാരുടെ പ്രതികരണവും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. നോക്കൂ, അണികളെ തൃപ്തിപ്പെടുത്തേണ്ടതുണ്ട്. ആ ഒരു സാഹചര്യവും അവരുടെ മുന്നിലുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് എരുതിയിൽ എണ്ണയൊഴിക്കുന്നത് പോലെയുള്ള CPM നേതാക്കളുടെ പരാമർശം വരുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് എന്താണ് ഒരു പ്രതിവിധി? ഏറ്റവും ഒടുവിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നൊരു ഭീഷണി കൂടി ലീഗിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ രൂപപ്പെടുമോ ഈ തെരഞ്ഞെടുപ്പിൽ? ഇതൊരു റെജി ലൂക്കോസിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ അദ്ദേഹം CPM സഹയാത്രികനാണോ അതോ ലീഗിന്റെ ഒരു എന്താ പറയാ കേഡറാണോ എന്ന കാര്യത്തിൽ സംശയം തോന്നുന്ന രീതിയിലുള്ള ആവേശമാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. ലീഗിന് ഒരു കാരണവശാലും പിന്നോട്ട് പോകാൻ കഴിയില്ല. ഇറ്റ് ഈസ് ഇംപോസിബിൾ
ആ വാക്കിന് കൊടുക്കുന്ന ആ ഒരു സ്ട്രെസ് ഉണ്ടല്ലോ, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. ഒരു ലീഗുകാരനും ഇത്രയും എന്താ പറയുക കടുപ്പത്തിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ റെജി ലൂക്കോസ് പറയുന്നു ഇനി ഒരു അത് പിന്മാറ്റം സഹയാത്രികനായതുകൊണ്ടല്ല, അതാണ് ഞാൻ ചോദിച്ചത്. എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെയുള്ള പെരുമാറ്റം എന്ന്, അത് അവരോടുള്ള ഇഷ്ടം കൊണ്ടല്ല. നന്നാക്കാനോ രേണുക, ഇതിപ്പോ ലീഗിനെ നന്നാക്കാനോ UDF നന്നാക്കാനോ അല്ലെ കോൺഗ്രസിനെ നന്നാക്കാനൊന്നും അല്ല. CPM സംബന്ധിച്ച് അവർക്ക് കൃത്യമായിട്ട് അറിയാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20-ൽ 19 നഷ്ടപ്പെട്ട ഒരവസ്ഥ അവർക്കുണ്ട്. നിയമസഭയിലേക്ക് പിന്നീട് വിജയിച്ചു, ചരിത്രം സൃഷ്ടിച്ചു, രണ്ടാം ഊഴം അവർ അധികാരത്തിൽ വന്നു, അത് വേറെ മാറ്റിവെക്കുക. പക്ഷെ ലോക്സഭയിൽ CPM നേരിടുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അവർക്ക് കാര്യമായ അംഗങ്ങളില്ല. അപ്പൊ കേരളത്തിൽ UDF-നകത്ത് ഒരു അസ്വസ്ഥത ഉണ്ടാക്കി. UDF-നകത്ത് ലീഗും പ്രധാന കക്ഷികളായ കോൺഗ്രസും ലീഗും തമ്മിൽ ഒരടി ഉണ്ടായി. അതിന്റെ ഗുണഫലം എങ്ങനെ കൊയ്തെടുക്കാം? രണ്ട് മുട്ടനാടുകൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അല്ലെങ്കിൽ അവര് പൊരുതുമ്പോ അതിന്റെ നടുവിൽ നിന്ന് ചോര കുടിക്കുന്ന ചെന്നായയുടെ മനസ്സാണ് CPM-നും LDF-നും എന്ന് പറഞ്ഞാൽ അത് വസ്തുതയാണ്. പ്രത്യേകിച്ച് റെജി ലൂക്കോസിന്റെ ആവേശം കാണുമ്പോൾ നമുക്ക് അതിൽ പിന്നെ സംശയത്തിന്റെ ആവശ്യമേ ഇല്ല. അല്ലാതെ ഈ മുസ്ലിം ലീഗുമായിട്ട് എന്നാണ് ഇത്ര കടുത്ത പ്രണയം തുടങ്ങിയത്? നമുക്ക് ലീഗും CPM തമ്മിലുള്ള ബന്ധത്തിന്റെ ചരിത്രം എടുത്താൽ ഏതേത് കാലഘട്ടത്തിലാണ് CPM, അതായത് MV രാഘവൻ ബദൽരേഖ കൊണ്ടുവന്നപ്പോ എന്തിനായിരുന്നു ലീഗുമായിട്ട് സഖ്യത്തിൽ ഏർപ്പെട്ടുകൊണ്ടാണെങ്കിലും കേരളത്തിൽ മുന്നോട്ട് പോകണം, ലീഗിനെ ഒന്നും മാറ്റി നിർത്തി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആ ബദൽരേഖ ലീഗ് വർഗീയ പാർട്ടിയാണ്, അത്തരം വർഗീയ പാർട്ടികളുമായി സഖ്യം ചേരാൻ പാടില്ല എന്ന് പറഞ്ഞല്ലേ അന്ന് ഈ MV രാഘവനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതൊക്കെ റെജി ലൂക്കോസ്? അങ്ങനെയുള്ള ആ ഇതിന്റെ മുതുകത്തെ വരെയെല്ലാം മാഞ്ഞുപോയോ? ലീഗ് ഇപ്പൊ നിങ്ങൾക്ക് മറ്റേത് പാർട്ടിയെക്കാളും ഏറ്റവും പ്രിയപ്പെട്ട പാർട്ടിയാവുന്നു. എനിക്കതിൽ എതിർപ്പില്ല. ലീഗ് ഒരു വർഗീയ പാർട്ടി അല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. തികച്ചും ജനാധിപത്യ പാർട്ടിയാണ്. കേരളത്തിലെ മറ്റേത് ജനാധിപത്യ പാർട്ടിയെക്കാളും ജനാധിപത്യ മൂല്യങ്ങൾ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ് ലീഗ് എന്ന് കരുതുന്നതാണ്. പക്ഷെ അത് CPM-ന് മനസ്സിലാക്കാൻ പതിറ്റാണ്ടുകൾ വേണ്ടി വരുന്നു. അവർക്ക് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി തരാതരം പോലെ ലീഗിനെ തഴുകും, ലീഗിനെ തലോടും, ലീഗിനെ ചവിട്ടും, ചിലപ്പോ ചവിട്ടി അരയ്ക്കും, എന്നിട്ട് നേട്ടം ഉണ്ടാക്കുക. ഇതല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ലീഗിന് ഇപ്പോ തീർച്ചയായിട്ടും 3-ാം സീറ്റിന് അർഹതയുണ്ട്. CPI-ക്ക് ഇടതുമുന്നണിയിൽ 4 സീറ്റ് കിട്ടാൻ അർഹതയുണ്ടെങ്കിൽ UDF-ൽ ഏറ്റവും പ്രബല കക്ഷിയായിട്ടുള്ള ലീഗിന് 3 സീറ്റിന് അർഹതയുണ്ട്. പക്ഷെ ഞാൻ റെജി ലൂക്കോസിനോട് ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ നിങ്ങളുടെ മുന്നണിയിൽ ഒരു പ്രശ്നമില്ല എന്ന് പറയുന്നു. സുഹൃത്തെ, വീരേന്ദ്രകുമാർ എന്ന് പറയുന്ന ആ LDF-ലെ കരുത്തനായ നേതാവ് ലോക്സഭയിൽ കോഴിക്കോട് ലോക്സഭാ സീറ്റ് കിട്ടാത്തതിന്റെ പേരിലാണ് ആ കൂടാരം വിട്ടിട്ട് UDF-ലേക്ക് പോയത്. ഇപ്പോഴും അവർ പറയുന്നു ഞങ്ങൾക്ക് മന്ത്രിസഭയിലും അംഗത്വമില്ല. തീർച്ചയായും അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ ഇടതുമുന്നണിയും കടന്നു പോയിട്ടുണ്ട്. ഇന്ന് PMA സലാം പറയുന്നു, ഞങ്ങൾ ഇടതുപക്ഷത്ത് പോയ CPI കാട്ടി കൂടുതൽ സീറ്റിന് അവകാശം ഞങ്ങൾക്കുണ്ട് എന്ന്. അത് CPI കൂടി ഓർമ്മിപ്പിക്കുന്നതാണ്. അപ്പോൾ അവരുടെ മുന്നണിയിലെ സാഹചര്യം എന്താണെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നതാണ്. ഞാൻ മറ്റ് അതിഥികളിലേക്ക് തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. യാത്രയിൽ വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ KP റഹ്മത്തുള്ള, ഇവിടെ ഇപ്പോൾ ശക്തമായ ഒരു സന്ദേശമാണ് ലീഗ് നേതാക്കൾ നേതൃത്വത്തിന് കൊടുത്തിരിക്കുന്നത്. നാളത്തെ ഉഭയകക്ഷി ചർച്ചയിൽ തീരുമാനമുണ്ടാകണം എന്ന് തന്നെ പറയുന്നു. അതൊരു ഉറച്ച സ്വരമാണ് നമ്മൾ ഇന്ന് കേട്ടത്. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള സാധ്യത പോലും ലീഗ് തള്ളുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു. താങ്കൾ എന്താണ് കരുതുന്നത്? അത് സാധ്യമാകുമോ? നമുക്കറിയാം, ഒറ്റയ്ക്ക് മത്സരിച്ച് കരുത്ത് കാണിച്ചിട്ടുള്ള പാർട്ടിയാണ് ലീഗ്. ആ ഒരു തലത്തിലേക്കൊക്കെ ഈ പ്രശ്നങ്ങൾ നീളുമോ? താങ്കൾ എന്താണ് കരുതുന്നത്? ഒറ്റയ്ക്ക് മത്സരിക്കാൻ പേടിയോ ഭയമോ ഉള്ള പാർട്ടിയല്ല മുസ്ലിം ലീഗ്. കേരളത്തിൽ നിയമസഭയിലേക്കാണെങ്കിലും പാർലമെന്റിലേക്കാണെങ്കിലും ഒറ്റയ്ക്ക് മത്സരിച്ച് സ്വയം സീറ്റുകൾ നിലനിർത്താൻ കഴിവുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് മത്സരിക്കുക എന്നത് വലിയ ബലികേറാമാലയായൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതില്ല. പക്ഷേ കോൺഗ്രസുമായി UDF സ്ഥാപിക്കുന്നതിൽ കാർമ്മികത്വം വഹിച്ച വലിയ മനസ്സുള്ള ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. എല്ലാ കാലത്തും അവരുടെ ഭാഗത്ത് നിന്ന് കോൺഗ്രസിനായാലും മറ്റ് ഘടകകക്ഷികൾക്ക് വേണ്ടിയാലും വലിയ വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പരേതനായ മുസ്ലിം ലീഗ് പ്രസിഡന്റ് പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഒരു വാചകമുണ്ട്, ഞങ്ങൾ എടുക്കുന്നവരല്ല കൊടുക്കുന്നവരാണ്. അദ്ദേഹം മുന്നണി യോഗത്തിൽ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഇത്
മുസ്ലിം ലീഗ് UDF മുന്നണി വിടാനോ ഒറ്റയ്ക്ക് മത്സരിക്കാനോ ഒക്കെയുള്ള സാധ്യതകൾ വളരെ വിദൂരമാണ്. അവസാന സമയങ്ങളിൽ അല്ലെങ്കിൽ കോൺഗ്രസുമായി നല്ല രീതിയിൽ തന്നെ പ്രശ്നങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാനും വരും കാലത്ത് രാജ്യസഭാ സീറ്റാണെങ്കിലും നിയമസഭയിലേക്ക് കൂടുതൽ സീറ്റാണെങ്കിലും ആ ഒരു ധാരണയിൽ പ്രശ്നങ്ങൾ അവസാനിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ടത്, നമ്മൾ മുസ്ലിം ലീഗിനെയും കോൺഗ്രസിനെയും തെറ്റിക്കാനുള്ള എല്ലാ അവനാഴിയിലെ അസ്ത്രങ്ങളും CPM ഉപയോഗിക്കുന്നു എന്നതാണ്. 40 സീറ്റും 4 ലോകസഭാ സീറ്റും തരാമെന്ന് പറഞ്ഞ് ചില രഹസ്യ ധാരണകൾ രൂപത്തിൽ മുസ്ലിം ലീഗിനെ ഇടതുപക്ഷത്തുള്ളവർ സമീപിച്ചു എന്ന് വരെ സൂചനകളുണ്ട്. അങ്ങനെ വരെ പറയുന്നുണ്ട്. മാത്രമല്ല, മുസ്ലിം ലീഗിലെ തന്നെ ഒരു വിഭാഗത്തിന് ഇടതുപക്ഷത്തോടൊപ്പം ചേരണമെന്ന കഴിഞ്ഞ കുറെ കാലമായി അങ്ങനെ ഒരു ആഗ്രഹം. അതിന്റെ കൂടി പ്രതിഫലനമാണ് ഇപ്പോഴുണ്ടാകുന്ന വിവാദങ്ങൾ എന്ന് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കണം. കോൺഗ്രസിനെയും ലീഗിനെയും പരമാവധി അകറ്റി വരും കുറച്ച് കഴിഞ്ഞെങ്കിലും ഇടതുപക്ഷ പാളയത്തിൽ മുസ്ലിം ലീഗിനെ എത്തിക്കണമെന്ന് നേതൃനിരയിലുള്ള ചില ആളുകൾക്ക് തന്നെ ആഗ്രഹമുണ്ട് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കും. തീർച്ചയായും ആ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ CPM-ഉം അവിടെ പ്രയോഗിക്കുന്നത്. പ്രതിസന്ധിയിൽ UDF മുന്നണി നിൽക്കുമ്പോൾ ശ്രീ ഫസലുർ റഹ്മാൻ, ഇവിടെ നാളെ ഒരു തീരുമാനമുണ്ടാകണം എന്ന സന്ദേശം ലീഗ് നൽകിക്കഴിഞ്ഞു. അങ്ങനെ ഒരു തീരുമാനം നാളെ നമ്മൾ പ്രതീക്ഷിക്കണമോ? കേരളത്തിൽ തന്നെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടാനുള്ള സാധ്യതയുണ്ടോ? അതോ ഹൈക്കമാൻഡ് ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ടുള്ളൊരു പരിഹാരത്തിനായിരിക്കുമോ സാധ്യത? രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമോ ഇല്ലയോ എന്നത് വളരെ നിർണായകമാണ്. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനത്തിലൂടെയൊക്കെ ആയിരിക്കുമോ ഈ ഒരു പരിഹാരത്തിലേക്ക് പോവുക? ഒരുപക്ഷെ കർണാടകയിലേക്കോ മറ്റോ ഒക്കെ രാഹുൽ മാറിക്കൊണ്ട് അങ്ങനെ ഒരു പ്രശ്ന പരിഹാരത്തിനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ല, ഇതിൽ ആധികാരികമായിട്ട് സംസാരിക്കേണ്ട ഒരാളല്ല ഞാനൊരു എൻ്റെ നിരീക്ഷണങ്ങൾ ഇവിടെ പങ്കുവെക്കാനാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. ഇപ്പോൾ ലീഗ് എക്കാലത്തും ഒരു തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അതിന് മുന്നോടിയായിട്ട് നടക്കുന്ന ചർച്ചകളിൽ എപ്പോഴും ഓരോ ഘടകകക്ഷികൾക്കും അവരുടേതായിട്ടുള്ള ഡിമാൻഡുകൾ ഉണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ട് അവർ ഡിമാൻഡ് വെച്ചു. ഇന്നത്തെ അവർ പറഞ്ഞ സംഭവത്തിലും ഇപ്പോൾ നാളെ ചർച്ച നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ചർച്ചയാകുമ്പോൾ അതിൻ്റെ ചിലപ്പോൾ അത് നാളെ കൊണ്ട് അവസാനിക്കും, അല്ലെങ്കിൽ അത് അടുത്ത ഘട്ടത്തിലോട്ട് പോകും. കൂടുതൽ കാര്യങ്ങൾ ഇന്ന് PMA സലാം തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഞങ്ങൾ എന്ത് സംഭവം ഉണ്ടെങ്കിലും അത് ചർച്ച ചെയ്തിട്ട് തീരുമാനിക്കുന്ന ആളുകളാണ്. അതായത് വലിയേട്ടൻ പറയുന്നത് കേട്ട് അതിൻ്റെ പുറകെ പോകുന്ന ആളുകളല്ല. ചർച്ച ചെയ്തിട്ടാണ് ഇതുവരെ പല വിഷയങ്ങളിലും നമ്മൾ വളരെ പൊട്ടിത്തെറിയൊക്കെ പ്രതീക്ഷിച്ച പല വിഷയങ്ങളും മുമ്പ് നടന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഇവരുടെ വളരെ ലീഗ് പ്രായോഗിക രാഷ്ട്രീയത്തിൽ വളരെ പയറ്റി തെളിഞ്ഞൊരു പാർട്ടിയാണ്. കോൺഗ്രസിനൊപ്പം എന്നും ഏറ്റവും സപ്പോർട്ടുള്ള ഒരു പാർട്ടിയായിട്ട് നിന്നിട്ടുള്ള ഒരു ഘടകകക്ഷി കൂടിയാണ്. സോ അതിൻ്റേതായിട്ടുള്ള ഒരു പക്വത ലീഗ് എന്തായാലും കാണിക്കും. പിന്നെ ഈ ഇടതുപക്ഷ നേതാക്കളുടെ ഈ പ്രസ്താവനകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇന്നിപ്പോൾ രാജീവ് ബഹുമാനപ്പെട്ട മന്ത്രി ഇന്ന് നടത്തിയ പ്രസ്താവന അതേതെങ്കിലും LDF യോഗത്തിന് ശേഷമോ അല്ലെങ്കിൽ പാർട്ടി യോഗത്തിന് ശേഷമോ നടത്തിയ പ്രസ്താവനയല്ല. അത് വ്യവസായ വകുപ്പിന് കീഴിലുള്ള സംരംഭകർക്ക് നൽകുന്ന അവാർഡ്, ആ അവാർഡിൻ്റെ പ്രഖ്യാപനത്തിനോടൊപ്പം തന്നെ അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അദ്ദേഹം പറഞ്ഞതാണ് ഈ സ്റ്റേറ്റ്മെൻറ്റൊക്കെ. ഇന്ന് അദ്ദേഹം നടത്തിയ സ്റ്റേറ്റ്മെൻറ്റെല്ലാം ആ രീതിയിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇതിന് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നാളായി നിൽക്കുന്നു. ഇതുവരെയും അതിന് ഒരു അനുകൂലമായിട്ടുള്ള നിലപാട് കിട്ടിയിട്ടില്ല. ഇപ്പോഴും അവരൊരു ശ്രമം നടത്തുന്നു എന്നതിന് അപ്പുറത്തേക്കൊരു വാർത്താ പ്രാധാന്യം ഇവിടെ നൽകേണ്ടതില്ല എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ശരി, ശ്രീ റെജി ലൂക്കോസ്, ആലപ്പുഴയിൽ കിട്ടിയാൽ, ആലപ്പുഴ ചോദിച്ചിട്ടുണ്ടോ എന്ന് പരസ്യമായി ചോദിക്കുമ്പോൾ അദ്ദേഹം മറുപടി പറയുന്നില്ല. പക്ഷേ ആലപ്പുഴയാണെങ്കിലും ജയിക്കും എന്നതാണ് മാധ്യമങ്ങളോട് പരസ്യമായി പറഞ്ഞ കാര്യം. ആലപ്പുഴ കിട്ടിയാലും ഞങ്ങൾ ജയിക്കും എന്ന് PMA സലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആലപ്പുഴ സീറ്റ് ചോദിച്ചിട്ടുണ്ട് എന്നത് അദ്ദേഹം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അല്ലാതെ മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യമാണ്. ഇതിൽ അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ശ്രീ റെജി ലൂക്കോസ്. ഇടതിനുള്ള മറുപടി എന്ന് പറയുന്നത് ലീഗ് ജയിച്ചതിന് ശേഷം നൽകും എന്നതാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരു മുന്നണിയായിട്ട് നിൽക്കും, അവിടെ ഞങ്ങൾ ജയിക്കും, അതാണ് ഇടതിനുള്ള മറുപടി എന്ന് അദ്ദേഹം PMA സലാം പറയുകയാണ്. അപ്പോൾ ഈ 40-4 ഫോർമുലയൊക്കെ ആയിട്ട് ഇനി വെള്ളം കോരണോ? അല്ല, അതിനകത്തൊരു മറുപടി എന്താ വെച്ചാല്, ലീഗും CPM-ഉമായിട്ടല്ലോ തർക്കം, LDF-ഉമായിട്ടല്ല തർക്കം, ലീഗും കോൺഗ്രസുമായിട്ടാണ് തർക്കം. അപ്പൊ UDF-ല് 47 പേര് മാത്രമുള്ള കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് പോലും കോട്ടയം പോലുള്ള നിർണായക സീറ്റ് കൊടുക്കാമെങ്കിൽ
ഏതാണ്ട് ഒരു പകുതിയിൽ കൂടുതൽ MLA-മാർ ജയിച്ചു വരുന്ന ലീഗിന്റെ പിന്തുണയിലാണ്, കോൺഗ്രസിന്റെ ആള് പിന്നെ MLA-മാർ ജയിച്ചു വരുന്ന സാഹചര്യം ഉള്ളപ്പോൾ എന്തുകൊണ്ടാണ് ലീഗിന് ഒരു 3-ാം സീറ്റ് കൊടുത്തുകൂടാന്നുള്ള ചോദ്യം അവർ തമ്മിൽ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ. ഞങ്ങളുമായിട്ട് പ്രശ്നമിരിക്കുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ചോളം അവർക്കൊരു സീറ്റ് കിട്ടിയേ പറ്റൂ, അത് യാതൊരു തർക്കവും. ഇനി ലീഗിന് പുറകോട്ട് പോകാൻ പറ്റത്തില്ല. അവരാണ് രണ്ടാമത്തെ വലിയ ഘടകകക്ഷിയാവുക. അത് CPI-ക്ക് അംഗീകരിക്കാൻ കഴിയുന്നതാകുമോ? അല്ല, അതൊന്നും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം പോലും അല്ലല്ലോ. അതിലേക്കൊക്കെ വരുന്ന ചർച്ച ചെയ്താൽ പോരെ. അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. ലീഗിനെ ഔദ്യോഗികമായ രീതിയിൽ സ്വീകരിക്കാനുള്ള ചർച്ചയും ഞങ്ങളിപ്പോൾ നടത്തുന്നില്ല എന്ന് പരസ്യമായിട്ട് തന്നെ ഗോവിന്ദൻ മാഷും LDF-ന്റെ കൺവീനറും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊന്നും അല്ല ചർച്ച. താങ്കൾ തന്നെ സമ്മതിക്കുന്നു ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ നേരത്തെ ഫസൽ സൂചിപ്പിച്ചതുപോലെ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ പറ്റുമോ എന്ന കാര്യം മാത്രമാണ് പരീക്ഷിക്കുന്നതെന്ന് ഞാൻ ഇടപെടുന്നു. ശ്രീ റെജി ലൂക്കോസ്, ശ്രീ ജോർജ് പൊടിപ്പാറ, ഇവിടെ ഒരു പക്ഷേ നാളത്തെ യോഗത്തിന് ശേഷം എന്തെങ്കിലും നിർണായക തീരുമാനങ്ങളോ പ്രതികരണങ്ങളോ ഉണ്ടാകുമോ എന്ന ഒരു കാത്തിരിപ്പുണ്ട്. അങ്ങനെ എന്തെങ്കിലും താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇത് അനുനയത്തിലൂടെ പരിഹരിക്കും എന്ന ഉറച്ച വിശ്വാസം തന്നെയാണോ താങ്കൾക്കുള്ളത്? തീർച്ചയായിട്ടും UDF വിട്ടുപോകാൻ ലീഗിന് UDF-ൽ നിന്ന് പോകേണ്ട ഒരു അവസ്ഥ സൃഷ്ടിക്കാൻ കോൺഗ്രസ് തയ്യാറാകില്ല. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതിനൊരു സാധ്യതയില്ല. അത് ഇരു പാർട്ടികൾക്കും അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ സാധിക്കില്ല എന്നുള്ളത് രേണുകയ്ക്ക് അറിയാലോ. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം അതല്ലേ. അതുകൊണ്ട് ലീഗിനെ പോലുള്ള ഒരു കക്ഷി കൂടി ഇല്ലാത്ത UDF-നെ കുറിച്ച് കോൺഗ്രസിന് ആലോചിക്കാൻ പറ്റൂ. അതും ഒരു തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യാവസ്ഥയിൽ സാധിക്കില്ല. അപ്പൊ ലീഗിന് ഒരു സീറ്റ് കൂടി, ലീഗ് അത്രയും കടുത്ത നിലപാടെടുത്താൽ ഒരുപക്ഷെ ലീഗിന് ഒരു സീറ്റ് കൂടി കൊടുക്കാൻ കോൺഗ്രസ് അങ്ങനെയാണെങ്കിൽ ലീഗ് വിട്ടുപോകും, അല്ലെങ്കിൽ ലീഗിന്റെ അണികൾ അത് അംഗീകരിക്കില്ല എന്നുള്ളൊരു ഘട്ടം വന്നാൽ ഒരുപക്ഷെ ഒരു സീറ്റ് കൂടി വിട്ടുകൊടുക്കുന്ന കാര്യം കോൺഗ്രസിന് ആലോചിക്കേണ്ടി വരും. പക്ഷെ ലീഗ് ഒരു നിർണായക ഘട്ടങ്ങളിലെല്ലാം ഇങ്ങനെ വലിയ രീതിയിൽ വിലപേശിക്കൊണ്ട് ഒരു മുന്നണിയുടെ സാധ്യതകള് വലിയൊരളവിൽ നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ രാഷ്ട്രീയം എത്തിക്കുന്ന ഒരു അവസ്ഥ അത്ര സുഖകരമായിട്ടുള്ള കാര്യമല്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. അത് അത്ര നന്നല്ല. ഒരു മുന്നണിയുടെ വിജയസാധ്യതകളെയാണ് ഈ അനാവശ്യമായ വിലപേശലുകൾ ബാധിക്കുന്നത്. നേരെ മറിച്ച് ഇടതു മുന്നണിയിൽ ഈ അന്യായം കാണിച്ചാൽ അവര് അത് ഈ CPM എന്ന് പറയുന്ന വലിയ അവരുടെ മുന്നണിയിൽ ഇത്തരം ആവശ്യങ്ങളൊക്കെ അംഗീകരിക്കാറുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ കോൺഗ്രസിനോട് കുറെ കൂടി എന്താ പറയാ എന്തായാലും അഞ്ചാം മന്ത്രി വിവാദം അതുണ്ടാക്കിയ മുന്നണിക്കുണ്ടാക്കിയ അവസ്ഥയൊക്കെ ലീഗിന് മുന്നിലുണ്ട്. ലീഗ് പിൻവലിയുമോ അതോ കോൺഗ്രസ് വഴങ്ങുമോ? എന്തൊക്കെയായാലും നമുക്കത് കാത്തിരുന്ന് തന്നെ കാണാം. 24 മണിക്കൂർ കാത്തിരിക്കൂ എന്നാണ് ലീഗ് നേതാക്കൾ പറയുന്നത്. ഇന്ന് ലീഗ് നേതാക്കളും കോൺഗ്രസ് നേതാക്കളും ചർച്ചയിൽ നേരിട്ട് പങ്കെടുക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷേ ലീഗ് നേതാക്കൾ പറഞ്ഞത് നാളെ കഴിയട്ടെ, തീരുമാനം അറിഞ്ഞിട്ട് പറയണമോ വേണ്ടയോ, ചർച്ചയിൽ പങ്കെടുക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാമെന്നതാണ്. അപ്പോൾ നാളത്തെ ദിവസം UDF-നെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. അന്ന് ചർച്ച പൂർണ്ണമാകുന്നു. നമസ്കാരം. കയ്യിലെ പണം